മലയിടം തുരുത്ത് ഉന്നതി ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. യോഗത്തിലേക്ക് മന്ത്രി റോജി എം ജോൺ അല്പസമയത്തിനകം എത്തും. മുൻ MLA PV ശ്രീനിജൻ, സമരസമിതി ഭാരവാഹികൾ, ഉന്നതി നിവാസികൾ എന്നിവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗം തുടങ്ങിയെന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. മുഹമ്മദ് റഫീഖ് വിശദാംശങ്ങളുമായി. റഫീഖ്, ഈ പ്രശ്നം പൂർണ്ണമായും ഇന്നത്തെ യോഗത്തോടുകൂടി തീരും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടിയും വളരെ പ്രധാനപ്പെട്ട പരിഹാര നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ ഉരുത്തിരിയും എന്ന് മനസ്സിലാക്കുന്നു. സർക്കാരിന്റെ നിലപാട് എന്തായാലും ഈ യോഗത്തെ അറിയിക്കുമല്ലോ. എന്തായിരിക്കും ഉന്നതി നിവാസികളുടെ സ്റ്റാൻഡ്? ഇന്നത്തെ ഈ യോഗത്തിന്റെ ഔട്ട്കം എന്താവാനാണ് സാധ്യത? സൈഫുദ്ദീൻ, അല്പസമയം മുമ്പാണ് യോഗം തുടങ്ങിയത്. യോഗത്തിലേക്ക് ഉന്നതി നിവാസികൾ, സമരസമിതി ഭാരവാഹികൾ, അതുപോലെ തന്നെ മുൻ MLA PV ശ്രീനിജൻ, ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുള്ളത്, ഈ കേസ് കൊടുത്ത കണ്ണൂർ ശങ്കരനാരുടെ കുടുംബം ഈ യോഗത്തിനെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ യോഗങ്ങളിലൊന്നും ഇവർ അങ്ങനെ കാര്യമായി പങ്കെടുത്തിരുന്നില്ല, ഈ ചർച്ചകളിലൊന്നും. പക്ഷെ ഇന്ന് ഈ യോഗത്തിനെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് താലൂക്ക് സർവേയറേയും തഹസിൽദാറേയും പഞ്ചായത്ത് സെക്രട്ടറിയെയും വിളിച്ചിട്ടുണ്ട്. രണ്ട് വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാം വിഷയം, ഉന്നതിയിൽ നിന്ന് ഇവരെ കുടിയൊഴിപ്പിച്ചിട്ട് വേറെ മറ്റെവിടെയും പുനരധി വസിപ്പിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ആ ഓപ്ഷൻ നിലവിൽ ഉന്നതി നിവാസികൾ അംഗീകരിക്കുന്നില്ല. അവർ മുന്നോട്ട് വെച്ച മറ്റൊരു വിഷയമായിരുന്നു. അവർ മുന്നോട്ട് വെച്ചത് 19 ഏക്കറിലെയും സർവേ നടത്തുക എന്നുള്ളതായിരുന്നു. ആ സർവേ നടത്താൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഉത്തരവ് നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ യോഗത്തിലുള്ള പ്രധാന ചർച്ച വരുന്നത്. സർക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ സ്ഥലം തരാം, അവിടെ വീട് നിർമ്മിക്കാനുള്ള പൈസ തരാം, ഇതെല്ലാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നിയമസഭയിൽ അറിയിച്ചിരുന്നു. പക്ഷേ ഈ ആവശ്യം ഒരു രീതിയിൽ അംഗീകരിക്കില്ല. തങ്ങളുടെ പിതാക്കളും മാതാക്കളും എല്ലാം താമസിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാനോ അവിടെ നിന്ന് പോകാനോ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഉന്നതി നിവാസികൾ അല്പസമയം മുമ്പും അറിയിച്ചത്. അവർ പറയുന്നത് ഉന്നതിയിൽ നിന്ന് ഒഴിയുന്നത് ഒഴികെ ഏതൊരു പരിഹാരത്തിനും ഞങ്ങൾ തയ്യാറാണ്. അതേസമയം ഈ രീതിയിൽ ഒരു സർവേ നടത്തിയിട്ട് അവിടെയുള്ള വിഷയങ്ങൾ, ഈ പറയുന്ന ഈ പെരിയാർ വാലി കനാലിന്റെ അടുത്തുള്ള ഈ മലയിടത്ത് ഉന്നതിയിലെ മറ്റു വിഷയങ്ങൾ, സ്ഥലം അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കാം. അത്തരം ഒരു നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് സർക്കാർ തന്നെ കൊണ്ടുപോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്പസമയത്തിനകം യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തു വരും. എന്തായാലും ഇന്നത്തോടുകൂടി പൂർണ്ണമായും ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. അതേസമയം ഒരു സമവായത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിട്ട് ഈ ചർച്ചയെ ഉന്നതി നിവാസികളും സർക്കാരും അതുപോലെ തന്നെ നിലവിൽ കേസ് കൊടുത്ത കുടുംബവും കാണുന്നുണ്ട്. സൈഫു, പാരിയത്തുകാവ് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുന്നത്. യോഗം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് മുഹമ്മദ് റഫീഖ് നൽകിയത്.